3,60,000 രൂപ. നിലവിൽ ഒരു ബൈക്കിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാറാണ്. നമുക്ക് ഇനി EMI എത്ര ചെയ്യാൻ പറ്റും? EMI 1 ലക്ഷം വരെ എന്തായാലും ചെയ്യാൻ പറ്റും. ഒരു 20 രൂപ വണ്ടി ഇറക്കാം. 1 ലക്ഷത്തിന് നമുക്കൊരു EMI 3,000 താഴെ വരുള്ളൂ. അതത്രേ വരുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു 3,000 രൂപയൊക്കെ നമുക്കൊരു മാസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ വെറും 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസ് ഒരു ബൈക്കിന്റെ പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്. 2,80,000 കൊടുക്കാം. അപ്പോൾ 2014 സിംഗിൾ ഓണർഷിപ്പ് 85 ആണ്. 85 PS വരുന്ന ഡസ്റ്റർ ആണ്. വെറും ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഫൈനൽ 2,80,000 ഒരു SUV ആണ്. ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ്. അതും ഡീസൽ 18-20 മൈലേജ് കിട്ടുന്ന 85 PS ആണ് വരുന്നത്. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ലോൺ 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ലോണും ചെയ്യാം. 10-30 രൂപ വണ്ടി ഇറക്കാം. 2,80 ആണ് ആകെ ചോദിക്കുന്നത്. 22 9ാം മാസം വണ്ടിയാണ്. വെറും 14,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2.25 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ. ഇപ്പൊ നമുക്ക് ഫിക്സഡ് ആയിട്ട് 2,60,000 ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നിലവിൽ ഒരു ഓൾട്ടോന്റെ ഒക്കെ പ്രൈസിനാണ് ഡീസൽ സ്വിഫ്റ്റ് നമുക്ക് തരാൻ പോകുന്നത്. ക്രിസ്മസ് ഓഫർ ആയിട്ട് 1,85,000 1,85 കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഒരു പുതിയൊരു ഷോറൂമായിട്ടാണ്. അത്യാവശ്യം നമുക്ക് സാധാരണക്കാരന് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. കൂടുതൽ മാരുതി, അതേപോലെ തന്നെ ടയോട്ട, അതേപോലെ തന്നെ നിലവിലുള്ള അത്യാവശ്യം ക്രെറ്റ, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണക്കാരന് ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിലുള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പോൾ സ്വിഫ്റ്റൊക്കെ നോക്കുന്നവർക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കാറുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നമ്മൾ എയർപോർട്ട് ജംഗ്ഷൻ്റെ പിറക് സൈഡിലായിട്ടാണ് വരുന്നത്, കുമ്മണിപ്പറമ്പ്. അതായത് കറക്റ്റ് നമ്മുടെ EMA കോളേജ്, കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഒരു നയാര പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ലാൻഡിങ്, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലാൻഡിങ്ങിൽ നമ്മൾ കുറേ ആളുകളൊക്കെ വരാറുണ്ട് ഒത്തിരി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവരെ സംബന്ധിച്ചും നമുക്ക് ആ ഒരു പ്ലേസിലേക്ക് തിരിഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കാറോണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്, കാറോണ്ടിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ലത്തീഫ്ക്കാണ് നമ്മളെ കൂടെയുള്ള. ലത്തീഫ്ക്ക നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്. അപ്പോൾ ലത്തീഫ്ക്ക കറക്റ്റ് ഇങ്ങനെ തന്നെ അല്ലേ നമ്മളെ പ്ലേസ് വരുന്നത്? അതെ, ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിന്റെ ബാക്ക് സൈഡിൽ, പിന്നെ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, അതുപോലെ കൊണ്ടോട്ടി EMA കോളേജ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ കുമ്മണിപ്പറമ്പിലാണ്. പിന്നെ എയർപോർട്ടിന്റെ ലാൻഡിങ് ഇവിടെ തൊട്ടപ്പുറത്ത് 200 മീറ്റർ അപ്പുറത്തായിട്ടാണ് എയർപോർട്ടിന്റെ. ഈ റോഡിന് പോകാൻ തൊട്ടടുത്ത് തന്നെ വേറൊരു റോഡും വരുന്നുണ്ട്. റോഡുണ്ട്. അപ്പോൾ നമ്മൾ ലാൻഡിങ് വീഡിയോസ് ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ അറിയുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഷോപ്പിൽ എത്തിച്ചേരാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്വിഫ്റ്റുകൾ, വാഗ്നർ, ഓൾട്ടോകൾ, അത്യാവശ്യം നമുക്ക് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ ഒത്തിരി വാഹനങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ മാക്സിമം നമുക്ക് ഇത്തവണ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ ആദ്യം വരികയാണ് മാക്സിമം പ്രൈസ്. അതുപോലെ ഇയർ എൻഡ് ഓഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം പിന്നെ വില കുറച്ചിട്ട് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓടുന്നതായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്വിഫ്റ്റ് ഒരു 3 വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നതും പൊതുവേ നമുക്ക് അത്യാവശ്യം മൈലേജും അതേപോലെ തന്നെ മെയിൻ്റനൻസ് കുറവൊക്കെ ഉള്ളൊരു മാരുതിയുടെ വാഹനമാണ് സ്വിഫ്റ്റ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഡീസലിൽ തന്നെ ഒരു വൈറ്റ് ഫിനിഷിങ്ങിൽ KL 11 രജിസ്ട്രേഷനാണ് വരുന്നത്. ലത്തീഫ്ക്ക, എങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 മോഡലാണ്. നിലവിൽ 4th ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നമ്മൾ ഡീസൽ ആയതുകൊണ്ട് തന്നെ ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇത് കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? 1,52,000 കിലോമീറ്റർ ആണ് നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ റൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. AC പോസ്റ്ററിങ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് നിലവിലൊരു വർക്കൊന്നും ചെയ്യിക്കാം. സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ? എല്ലാ സർവീസും കഴിഞ്ഞതാണ്. ടൈം ചെയിൻ ഒക്കെ മാറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? മാറിയിട്ടുണ്ടല്ലേ? നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2.25 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ. ഇപ്പൊ നമുക്ക് ഫിക്സഡ് ആയിട്ട് 2,60,000 ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നിലവിൽ ഒരു ഓൾട്ടോന്റെ ഒക്കെ പ്രൈസിനാണ് ഡീസൽ സ്വിഫ്റ്റ് നമുക്ക് തരാൻ പോകുന്നത്. ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക്? ഉണ്ട്, ലോൺ ചെയ്യാം. എത്ര? ഒരു 2.25 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. അപ്പൊ ഒരു സത്യം പറഞ്ഞ ഒരു 10-35 രൂപ ഉണ്ടെങ്കിൽ, 25-30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ട് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ്, ഡീസൽ വണ്ടിയാണ്. അങ്ങനെ ഫുള്ള് നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല.
വീണ്ടും നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ്, സിൽവർ ഫിനിഷിങ്ങിൽ ഒരു സ്വിഫ്റ്റ് തന്നെയാണ് വരുന്നത്, ഡീസൽ വണ്ടി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം 18-20 മൈലേജ് കിട്ടും. ഇത് പൊന്നാനി രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡൽ, 14 രജിസ്ട്രേഷനാണ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,27,000 കിലോമീറ്റർ ആണ് ഓടി കാണുന്നത് മീറ്ററിൽ. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. അബ്രോണ്ട് പ്രശ്നങ്ങളോ ചേസ് ബെൻഡ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നം മേജർ ആയിട്ടുള്ള കേസുകളൊന്നുമില്ല. ഒന്നുമില്ല അല്ല, അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം. അതെ തീർച്ചയായും. അപ്പോൾ ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മിറേഴ്സ് കാര്യങ്ങൾ, അത്യാവശ്യം 18-20 മൈലേജും കിട്ടും. അപ്പോൾ നമുക്ക് ലത്തീഫ് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 3,45,000 രൂപയാണ്. 3,45,000 3,45,000 നമുക്ക് കുറച്ചിട്ട് ഫൈനലായിട്ട് ഒരു 3,30,000 വണ്ടി. 3,30 കേട്ടോ. അപ്പോൾ വീണ്ടും കുറച്ചിട്ടുണ്ട്. ഫൈനൽ റേറ്റ് ആണ് 3,30. ഇതിൽ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു ഏകദേശം 3 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 3 ലക്ഷം വരെ. ഒരു 14 രൂപ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈലുള്ളവർക്ക് 3 ലക്ഷം കിട്ടും. 3 ലക്ഷം 2.25 പിന്നെ 3ന്റെ ചോടൊക്കെ ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ നല്ല ട്രാക്കിന്റെ ഒരു 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. ഞാനൊരു സെഡാന് നോക്കുന്നവർക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ, ഇത് നമുക്ക് ഡീസൽ വണ്ടി തന്നെയാണ് വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ കൂടും. മൈലേജ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 18-20. ഇത് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനാണ് വരുന്നത്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2009 മോഡലാണ്, VDI വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി ഉള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് വണ്ടി. എഞ്ചിന് മെക്കാനിക്കൽ നല്ല ഫിറ്റ് ആണ്. അതെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര നമുക്ക് ലത്തീഫ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് നേരത്തെ ഇവിടെ 2 ലക്ഷം ഒക്കെ ചോദിച്ച വണ്ടിയാണ്. നമുക്കിപ്പോ ഈ ഒരു ക്രിസ്മസ് ഓഫർ ആയിട്ട് 1,85,000 1,85 കേട്ടോ. 1,85,000. അതായത് ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി, മാക്സിമം കുറച്ചുള്ള പ്രൈസില്ല. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ലത്തീഫ്? ഇത് ശ്രീറാം പോലത്തെ ഫിനാൻസ് ആണ് കൊടുക്കുള്ളൂ. പിന്നെ എന്നാലും ഒരു 1 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഏകദേശം പ്രൈവറ്റ് ഫിനാൻസ് ഒരു 40,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഇതാണ് ഒന്നുകൂടെ യാത്രാ കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് 2 കിഡ്ലം വാഗ്നർ ഉണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിംഗിലൊരു വാഹനമാണ്. കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡല് LXI വേരിയന്റ് ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രാ കംഫർട്ടാണ്. റിയർ സൈഡിൽ അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ പോകാനൊക്കെ നല്ല സുഖമായിട്ട് ഇരിക്കാം. പ്രായമായവരെ സംബന്ധിച്ചൊക്കെ നല്ല യാത്രാ സുഖം കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല മൈലേജും മെയിൻ്റെനൻസ് കുറവുമാണ്. പിന്നെ പെട്രോൾ വേരിയൻ്റ് ആണ് വരുന്നത്. ഏകദേശം ഒരു 16-17 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വന്നിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം ഒരു 80-90% നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? എത്രയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. മേജർ കേസ് ഒന്നും അല്ല, ഗ്ലാസ് മാത്രമാണ് മാറിയത്. അത് എന്ത് കാരണം കൊണ്ടാണ് മാറിയത് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഗ്ലാസ് മാറി കാണും. മറ്റേ നമ്മുടെ അബ്രോൺ പ്രശ്നങ്ങളൊന്നുമില്ല? അപ്രോണോ വേറെ മേജർ കേസ് ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം. അതൊക്കെ ഗ്യാരണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2,80,000 രൂപ 2,80 ഫൈനലായിട്ട്. ഫൈനൽ റേറ്റ് ഇതിൽ നമുക്കൊരു 14 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? 2.5 രൂപ വരെ 2.25 വരെയൊക്കെ ചിലപ്പോൾ ലോൺ കിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് 2,80,000 ഫിക്സഡ് ആയിട്ട് കൊടുക്കും. അപ്പൊ മാക്സിമം ട്രാക്കിന് ഒരു 5,000-10,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? പക്ക നമുക്ക് സിബില് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ വണ്ടി ഇറക്കാം. ഇനി ആ ഒരു വാഹനം തന്നെയാണ് അതിന്റെ ഏറ്റവും ഫുൾ ലോഡ് VXI. അന്ന് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ്. അതും നമുക്ക് ഒരു കോഫി ബ്രൗൺ ആണ് ഫിനിഷിംഗ് വരുന്നത്. VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. 2016 മോഡലാണ്. ഓക്കെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 57,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഡിഫറൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. വെറും 55,000 കിലോമീറ്റർ, അതും ഓട്ടോമാറ്റിക് വേരിയന്റിൽ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അല്ല, ഓണർഷിപ്പ് 4th ആണ്. 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 3,60,000 ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഓഫറിൽ നമുക്കൊരു 3,40,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കും. 3,45 ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് വെറും 57,000 കിലോമീറ്റർ മാത്രമാണ്. ജെന്യൂൻ ഓട്ടോ ആയാലും നമുക്ക് 100% കിലോമീറ്റർ ഗ്യാരണ്ടി പറയാം അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 3 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. അടുത്ത നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഒരു SUV ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്.
റെനോ ഡസ്റ്റർ, അതും KL11 കാലിക്കറ്റ് രജിസ്ട്രേഷനാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2014 മോഡലാണ്, മൈഗ്രേറ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ഈ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചെയ്തപ്പോൾ കണ്ടീഷനാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇന്നലെ വന്നിട്ടുള്ളൂ. ഓക്കെ. ചെറിയ ടച്ചിങ് ഒക്കെ നടത്താനുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇത് നമ്മൾ ഒരു 3 ലക്ഷം റുപ്യാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഫൈനലായിട്ട് നമുക്ക് 2,80,000 കൊടുക്കാം. 2014 സിംഗിൾ ഓണർഷിപ്പ്. 85 ആണ്. 85 PS വരുന്ന ഡസ്റ്റർ ആണ്. ചോദിക്കുന്ന പ്രൈസ് ഫൈനൽ 2,80,000 ഒരു SUV ആണ്. ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ്. അതും ഡീസൽ 18-20 മൈലേജ് കിട്ടുന്ന 85 PS ആണ് വരുന്നത്. ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ലോൺ 2 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. 10-30 രൂപ ഇറക്കാം. 280 ആണ് ആകെ ചോദിക്കുന്നത്. ഡീസൽ വേരിയന്റ് 85 PS ഡസ്റ്റർ. ഇത് നമുക്കൊരു ഇന്റർ കൂളർ എഞ്ചിനിൽ വരുന്ന ഒരു അടിപൊളി ഇനോവയാണ്. 2012 ആണ്. 2012 ഏതായിരുന്നു ഓപ്ഷൻ? G4 ആണ്. G4 ആണ്. കൊണ്ടോട്ടി RTOയിൽ പിന്നെ വണ്ടി നാളെ കാണിക്കാനുള്ളതാണ്. നമ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സിൽക്കി ഗോൾഡിൽ. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. ഇന്റർ കൂളർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. നിലവിൽ നമുക്ക് ഒരു വർക്കും ചെയ്യിക്കാനില്ല. പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയാ വരുന്നത്? കിലോമീറ്റർ 2,16,000 ആണ് അതിന് മീറ്ററിൽ ഓടിക്കാണത്. അത് ജെനുവൻ ആണ് നമ്മൾ ഉറപ്പിച്ച് പറയൂല, പുറത്തുനിന്ന് വന്ന ആയതുകൊണ്ട്. ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ നല്ല വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്, എല്ലാ ഭാഗവും ക്ലിയർ ആണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മള് 5,60,60,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. ഫൈനൽ ഒറ്റ വിലയാണ് 5,40,000. 5,40 നമ്പറൊക്കെ ആയിട്ടുള്ള നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ്. നിലവിൽ KL84 നമ്പറും ആയിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ലോൺ നമ്പറൊക്കെ ആയി കഴിഞ്ഞാൽ ലോണും ചെയ്യാലോ. 4.5 ലക്ഷം വരെ ലോൺ കിട്ടും എന്നാണ് പ്രതീക്ഷ. 4.5 എന്തായാലും കിട്ടും. 4.5 എന്തായാലും നമുക്ക് കിട്ടും. ട്രാക്കിന് 4.25 വരെ നമുക്ക് ചെയ്യാനും പറ്റൂല. യെസ്. ഇടയിൽ നമുക്ക് തവണ 3 800 വരുന്നുണ്ട്. 3 നമുക്ക് BS6 വേരിയന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാം റെഡ് ഫിനിഷിങ് KL40 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല അടിപൊളി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു BS6 വേരിയന്റ്. എങ്ങനെ ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ ലത്തീഫ്? 2022 മോഡലാണ്. 2022 9 മാസം വണ്ടിയാണ്. വെറും 14,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ആദ്യത്തെ 3 ഫ്രീ സർവീസ് മാത്രമേ വണ്ടി ഷോറൂമിൽ പോയിട്ടുള്ളൂ. വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു മോഡലിൽ ഓൾട്ടോപ്പ് കിട്ടാനില്ല ഉള്ളതാണ്. കാരണം നമുക്ക് കമ്പനി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഓൾട്ടോ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല അല്ലേ? ഇപ്പോഴത്തെ ഓൾട്ടോ കേട്ടർ ഈ ഒരു കാണാനുള്ള അത്ര ഭംഗിയൊന്നുമില്ല. അപ്പോൾ വെറും 14,000 കിലോമീറ്റർ 2022 9 മാസം, അതും 3 സർവീസ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വാഹനമാണ്. ലത്തീഫ് നമുക്ക് എത്ര പേ ചെയ്യാൻ പറ്റും ഒരു വാഹനം? നമ്മൾ 3,70,000 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. നമുക്കിപ്പോ ഒരു 3.5 ലക്ഷം രൂപ ഫിക്സഡ് റേറ്റ് ആയിട്ട്, ഫൈനൽ റേറ്റ് 3.5 ലക്ഷം. 2022 വെറും 14,000 കിലോമീറ്റർ മാത്രം ഓടി. എത്ര രൂപയുടെ വണ്ടി ഇറക്കാൻ പറ്റും ഇത്? പിന്നെ ലോൺ ഒരു ഏകദേശം നല്ല പ്രൊഫൈല് നല്ല ട്രാക്ക് ഉള്ളവർക്കൊക്കെ 3.5 വരെ ലോൺ കിട്ടേണ്ടതാണ്. ഓക്കെ. അപ്പൊ ട്രാക്ക് നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഉണ്ടാവും. വെറും 14,000 കിലോമീറ്റർ കിട്ടും. അതിന്റെ ഒരു കളർ ചേഞ്ചിലാണ് ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗിൽ 2 എണ്ണം വരുന്നത്. ഇത് കൊടുത്ത വണ്ടിയാണ് അല്ലേ? അപ്പൊ അതാണ് അതിന്റെ സെയിം കളറിൽ തന്നെ ഒരു KL72 അല്ലെ? മാനന്തവാടി. എങ്ങനെയായിരുന്നു മോഡൽ? 2022 തന്നെയാണ് മോഡൽ വരുന്നത്. ഓക്കെ. പിന്നെ 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. പിന്നെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. നല്ല വൃത്തി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വണ്ടി. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് വണ്ടി വരുന്നത്. ഒരു 48,000 കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കേട്ടോ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 3,60,60,000 ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 3.5 ലക്ഷം റുപ്യക്ക് ഫിക്സ്ഡ് റേറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതും പിന്നെ ലോൺ ഒരു 3-3.25 ലോൺ ചെയ്യാൻ പറ്റും. ട്രാക്കിന്റെ ഫുൾ ലോൺ തന്നെ ചെയ്യാം. അപ്പം വെറും 2022 മോഡൽ ഗ്രാനൈറ്റ് ഗ്രേ ആണ്. 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്. അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒന്നുകൂടെ ഒരു നല്ലൊരു വാഹനം നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് 2012 മോഡലാണ്. 12 മോഡല് വടകര രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി അല്ലേ? CVT ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു മാരുതിന്റെ ഒരു വെഹിക്കിൾ A-Star, അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 55,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് കൂടിപ്പോയി. ഓണർഷിപ്പ് 4th ഓണർഷിപ്പ് ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പിന്നെ
ഒരു നമുക്ക് ഉപയോഗിക്കാൻ എടുക്കുന്നവരെ സംബന്ധിച്ച് എഞ്ചിനും എല്ലാം ഫെറ്റ് ആണല്ലോ, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ലോ കിലോമീറ്റർ അതേപോലെ ഒരു ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് വരുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 2,45,000 രൂപ. 2,45,000 CVT ഓട്ടോമാറ്റിക് കേട്ടോ. ലോണ് സൗകര്യം ഉണ്ടാവുമോ? ലോൺ ചെയ്യാം, മാക്സിമം ലോൺ ചെയ്യാം അല്ലേ. നിസാന്റെ ടെറാനോ ആണ് വരുന്നത്, KL 11 രജിസ്ട്രേഷൻ ആണ്. അത് നമുക്ക് എങ്ങനെയായിരുന്നു? 85 ആണോ 110 ആണോ വരുന്നത്? 85 ആണ്. സോ നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന ഒരു SUV ആണ്, അതും ബഡ്ജറ്റ് പ്രൈസ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓൺഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് അല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു 3,40,000 രൂപ കൊടുക്കാം. 3,40,000 ബഡ്ജറ്റ് പ്രൈസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര രൂപ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. ചെറിയ ടൈപ്പിൽ ഒരു മിനി SUV ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് 2 റെനോ കിഡ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു KL 30 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു കിഡ് ഡീറ്റെയിൽസ് വരുന്നത്? 2017-18 രജിസ്ട്രേഷൻ ആണ്. 2017 മാനുഫാക്ചറും 18 രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനം. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ. 1.0 RXT വേരിയന്റ്. ഓക്കെ. അതായത് ഇതിന് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിട്ടുന്ന ഇന്റീരിയർ ആണ് വരുന്നത്. സോ നമുക്ക് ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്ക് ജസ്റ്റ് നോബാണ് ഇത് കൺട്രോൾ ചെയ്യാനൊക്കെ വരുന്നത്. ഈ നോബാണ് നമുക്ക് വരുന്നത്. സോ ഹാൻഡിൽ ചെയ്യാനൊക്കെ നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു വരുന്നത്? 39,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 39,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2,90,000 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 2,80,000 ഫൈനൽ കൊടുക്കാം. ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഒരു 2,60,000 ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അത് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഏതാ വീണ്ടും ഇത് ഓട്ടോമാറ്റിക് തന്നെയാണോ? ഇത് 800 cc ആണ്. ഇത് 800 cc ആണ്. ഒന്നുകൂടെ നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. കൂടുതൽ മൈലേജും എന്നാൽ കംഫർട്ട് നോക്കുന്നവർ കേൾട്ടൺ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2016 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ. 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 1,90,000. അത് നമ്മൾ നല്ല വിലക്കെടുത്ത വണ്ടിയാണ്. ഓക്കെ. 1,90,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവോ? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് കൊടുക്കാം. അത് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ അടി പോണ കേസാണ്. ഓക്കെ. 1,80,000. 1,80,000 ഫൈനൽ കൊടുക്കുക അല്ലേ. ലോണൊക്കെ ഏകദേശം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു ഏകദേശം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വീണ്ടും ഒരു ബൈക്കിൻ്റെ EMIയിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഹുണ്ടായുടെ ഇയോൺ. ഏതായിരുന്നു മോഡല്? 2012 ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് പ്ലസ്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. പവർ വിൻഡോ ഉണ്ടാവില്ല. പവർ വിൻഡോ ഇല്ല. പിന്നെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 68,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് കൂടുതലാണ്. 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. 1,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 1,20,000 നിലവിൽ ഒരു ബൈക്കിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാറാണ്. നമുക്ക് ഇനി EMI എത്ര ചെയ്യാൻ പറ്റും? EMI 1,00,000 വരെ എന്തായാലും ചെയ്യാൻ പറ്റും. ഒരു 20 രൂപ വണ്ടി ഇറക്കാം. 1,00,000 നമുക്കൊരു EMI 3,000 താഴെ വരുള്ളൂ. വരുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു 3,000 രൂപയൊക്കെ നമുക്കൊരു മാസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ വെറും 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസ് ഒരു ബൈക്കിന്റെ പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ജനറേഷൻ ഓൾട്ടോ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനം വന്നിട്ടുണ്ട്. KL 54 പൊന്നാനി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2012 ആണ് മോഡല്. 2012 ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ 89,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് നിലവിൽ 4th ആണ്. 4th ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ലേ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ വെറും 89,000 കിലോമീറ്റർ. മോഡൽ പറഞ്ഞ 2012 LXi. അന്നത്തെ ഇതിന്റെ ഒരു ഫുൾ ലോഡ് വണ്ടി എന്ന് പറയാം അല്ലേ. അന്ന് ഓൾട്ടോയിൽ LXi ആണ് വരുന്നുള്ളൂ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 1,10,000 രൂപ. 1,10,000. ലോൺ സൗകര്യമൊക്കെ ഉണ്ടാവും ഇതിന്? അതെ, ലോൺ ചെയ്യാം. ഉറപ്പ് വരെ ലോൺ ചെയ്യാം. ലോണ് ഒരു 10,000 രൂപ ഇറക്കാം. മാസം ഒരു 3,000-4,000 രൂപ നമ്മൾ ഒരു 3,000-ന്റെ ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം. ഇത് നമുക്കൊരു ടാറ്റ ഇൻഡിക വിസ്ത കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കോട്ടജെറ്റ് എഞ്ചിനാണ്. സോ നമുക്ക് സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. അതിലേറെ നമുക്ക് അത്യാവശ്യം നല്ല വിസ്താരവും നല്ല കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു വാഹനം. അത്യാവശ്യം ഒരു 18-20 തന്നെ മൈലേജും കിട്ടും. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2009 ആണ് മോഡല്. 2029 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ ഓട്ടം 1,00,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. തട്ടും റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണോ? അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്ക് പിന്നെ 1,50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണല്ലോ.
ഇതിന്റെ മുമ്പത്തെ അവസ്ഥ എന്താണെന്നുള്ള നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നല്ല വർക്കിംഗ് ആണ്, നല്ല പെർഫെക്റ്റ് ആണ്. ഓക്കെ, എത്ര ചോദിക്കും നമ്മുടെ ഈ വാഹനത്തിന്? 65,000 രൂപ. 65,000 രൂപ കൊണ്ടാണ്, ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് 18-20 മൈലേജും കിട്ടുന്ന ഒരു വാഹനം. അടുത്ത നമുക്കൊരു സെമി പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടൊയോട്ട കൊറോള ഓൾട്ടിസ്. KL 76 ആണ് രജിസ്ട്രേഷനൊക്കെ വരുന്നത്. ഇത് കേരള വണ്ടിയാണോ, ഇതൊരു അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണോ വരുന്നത്? അല്ല, ഇത് ആണ് വണ്ടി. റിയോ ആയതാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? 2013 ജെ വേരിയന്റ് ആണ്. ജെ വേരിയന്റ് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നിലവിൽ നമുക്കൊരു വർക്ക് കാര്യങ്ങളും ചെയ്യിക്കാനില്ല. ഇത് ഇത്ര വലിയൊരു വാഹനമാണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജ് 18-20 തന്നെ ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? 1,57,000 ആണ് ഇതിന്റെ മീറ്ററിൽ ഓടി കാണുന്നത്. റീവണ്ടി ആയതുകൊണ്ട് നമുക്കത് പിന്നെ ജെനുവൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ്, നല്ല പെർഫെക്റ്റ് ആണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മളിത് പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ല വിലക്കെടുത്ത് വെച്ച വണ്ടിയാണ്. നമ്മൾ 3,95,000 രൂപയാണ് നേരത്തെ അവിടെ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഓഫറിൽ ഒരു 3,60,000 രൂപ ഫിക്സഡ് റേറ്റ് ആയിട്ട് കൊടുക്കാം. 360 ഫിക്സഡ് റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പൈസക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, ചെറിയ ഒരു പ്രൈസിന് വലിയൊരു വാഹനം കൊണ്ടാവും. നല്ല കംഫർട്ടുമാണ്. നീ വേണമെങ്കിൽ ഒന്ന് അൾട്ര ചെയ്യാനൊക്കെ ഉദ്ദേശിച്ച ഫ്രണ്ട് ഒരു കംഫർട്ടും കൂടി ചെയ്താൽ പൊളിയായി ആയില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും ഈ വാഹനത്തിന്? ലോണ് ഇതിൻ്റെത് പിന്നെ ലോണ് ചില ഫിനാൻസ് കമ്പനികളൊന്നും ഇതിന് ലോൺ ചെയ്യണില്ല. എന്നാലും പിന്നെ 3-3.5 ലക്ഷം വരെ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് എലൈറ്റ് i20 ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വടകര രജിസ്ട്രേഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു? ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജും അതേപോലെ തന്നെ നല്ല കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 ആസ്റ്റ. ഇതിന് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. സോ നമുക്ക് ഫുൾ ഈ ഒരു സെഗ്മെന്റിലുള്ള അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. കാരണം നമുക്ക് ഇത്ര ചെറിയ വാഹനമാണെങ്കിലും നമുക്ക് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ ഈ സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഒരു കിടിലൻ വാഹനമാണ്. അത് മൈലേജും പെർഫോമൻസും ഒക്കെ കിട്ടുന്ന 2015 മോഡൽ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1,26,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നിലവിൽ 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, എത്ര ചോദിക്കും നമ്മൾ? റിയർ ഡോർ ഒന്ന് റീപ്ലേസ്ഡ് ആണ്. അത് ഷോറൂമിൽ തന്നെയാണ് മാറിയിട്ടുള്ളത്. അപ്പൊ ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ ആണ്. 95,000 കിലോമീറ്ററിലാണ് ലാസ്റ്റ് ഷോറൂം സർവീസ് ചെയ്തത്. അത് 2022-ലാണ്. 1,26,000 ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ 4,40,000 ചോദിച്ച വണ്ടിയാണ്. നമുക്കൊരു 4,20,000 ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. 4,20 ഫൈനൽ റേറ്റ്. അതിൽ നമുക്ക് ലോൺ എത്ര ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം 4 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 10-40 രൂപ ലോൺ ഞാൻ പിന്നെ നമുക്ക് മിനിമം കിട്ടണതേ ഞാൻ പറയുള്ളൂ. പിന്നെ കാരണം കൂട്ടി പറഞ്ഞാൽ പിന്നെ കസ്റ്റമർ പിന്നെ അത് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നോർമൽ കസ്റ്റമർ ലെവലാണ്. പിന്നെ നമ്മളെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാനും പറ്റും. അടുത്തതാണ് നമുക്ക് ഒരു 2 സണ്ണി വരുന്നുണ്ട്. സണ്ണി രണ്ടും ഡീസലാണോ വരുന്നത്? ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ മൈലേജ് ആണ്. സോ നമുക്ക് 22 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് റീവണ്ടിയാണോ വരുന്നത്? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ KL10 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏതായിരുന്നു ഇതിന്റെ മോഡൽ? 2013 മോഡൽ XL ആണ് വണ്ടി. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. സോ നമുക്ക് അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. നല്ല സ്പേഷ്യസ് കൂടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ജെനുവൻ ആയിരിക്കൂല, എന്നാലും പിന്നെ ഇതിൽ 1,39,000 ആണ് ഇതിന് മീറ്ററിൽ കാണുന്നത്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ എന്താണ് വരുന്ന അവസ്ഥ? ഒരു ശരാശരി വണ്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 1,90,000 രൂപ. 1,90,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് വണ്ടി. പക്ഷെ നിലവിൽ നമുക്ക് വർക്കൊന്നും ചെയ്യില്ല. ഒരു ബഡ്ജറ്റ് പ്രൈസിൽ മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ? ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ഈ വാഹനത്തിന്? ലോൺ ഒരു 1 ലക്ഷം രൂപ എന്തായാലും ലോണും ചെയ്യാൻ പറ്റൂല. 1,50,000 വണ്ടി ഇറങ്ങാം. എഗെയിൻ വീണ്ടും നമുക്കൊരു സണ്ണി തന്നെയാണ്. ഇത് കേരള വണ്ടിയാണോ വരുന്നത്? ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള കോഴിക്കോട് വണ്ടിയാണ്. നമ്പറൊക്കെ നോക്കി നല്ല XV പ്രീമിയം. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഡീസലും ആണ്. സോ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും കമ്പനി അലോയ്സും റിയറിൽ AC വെന്റും അന്ന് ഒരു പ്രീമിയം ലെവലിൽ ഇറങ്ങിയിരുന്ന ഒരു കിഡ്ലൻ സെഡാനാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 3rd ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഓക്കെ, ഒറിജിനൽ കേരളമാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമ്മൾ നേരത്തെ 2,60,000 ആണ് ഇവിടെ ആസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ നമുക്ക്
2,35,000 റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 2,35 ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ പറയുന്നതൊക്കെ ലാസ്റ്റ് റേറ്റ് ആണല്ലേ? അതെ. എന്നാലും ചെറിയ എന്തെങ്കിലും പെട്രോളിന്റെ പൈസ ഒക്കെ കുറച്ച് കൊടുക്കാം. നമുക്ക് ചെറിയ രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല. ഇതിന് നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ലോൺ നമുക്ക് ഏകദേശം ലോണ് 2 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 10-35 രൂപ കൊണ്ട് സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്ക് നേരത്തെ നമ്മളൊരു ഡിസൈർ പരിചയപ്പെട്ടിരുന്നു. ഇത് അതിന്റെ ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഡീസൽ വേരിയന്റ് ആണ്. ഇത് നമുക്ക് വടകര രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒന്നുകൂടി കാണാൻ ഭംഗിയൊക്കെ ഉള്ള ഒരു ഡിസൈറിന്റെ ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2014. ഇത്രയും കാലമായിട്ട് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? 1,36,000 കിലോമീറ്റർ. 1,36 സിംഗിൾ ഓണർഷിപ്പ് 2014 വീഡിയോ ഓപ്ഷൻ അല്ലേ? ഇത് നമുക്ക് എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 3,60,000 റുപ്യ. 3,60 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? ഇത് ഒരു 3,500 റുപ്യ വരെ ലോൺ കിട്ടേണ്ടതാണ്. അപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതോ ഒരു 10-20 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. ഇത്രയും കാലം സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ല? അതെ. നമുക്ക് ഒന്നുമില്ല. അതിലൊക്കെ 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണല്ലേ? എഗൈൻ നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്. സോ നമ്മൾ ക്രെറ്റ നോക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ഈ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും അതേപോലെ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും അതേപോലെ മെയിൻ്റെനൻസും വളരെ കുറവുള്ളൊരു വാഹനം കൂടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2016 ആണ് മോഡല്. SX ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1,4 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,4 ലക്ഷം കിലോമീറ്റർ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്? അല്ല, തേർഡ് ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സോ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് കംഫർട്ടും അതേപോലെ തന്നെ നല്ല പെർഫോമൻസും മൈലേജൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ജനറേഷനിൽ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 6,90,000 ആണ്. 6,90 അല്ലേ? നമുക്ക് 6,45 ലക്ഷം റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കും. 6,45 ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് അതൊരു ബെസ്റ്റ് പ്രൈസിന് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. ഇത് നമുക്ക് 2 7 സീറ്ററുകളാണ്. നമുക്ക് മാരുതി സുസുക്കി എർട്ടിക അതിൻ്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള KL 50 രജിസ്ട്രേഷനിൽ നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഡീസൽ ഒരു 7 സീറ്റർ. ഏകദേശം ഒരു 18-20 മൈലേജും കിട്ടില്ല ഈ ഒരു വാഹനം. അതെ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡല് സെമി ഹൈബ്രിഡ് ആണ് വണ്ടി. ഓക്കെ. സോ ഒന്നുകൂടെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് 1,28,000 കിലോമീറ്റർ. 1,28 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. ഓക്കെ. ഇതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. അതെ. എത്രയായിരുന്നു നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്ര ചോദിക്കും? നമ്മൾ 6,5 ലക്ഷം വരെ ചോദിച്ച വണ്ടിയാണ്. ഇപ്പൊ നമുക്ക് 6,30,000 ഫൈനലാണ്. 6,30 അല്ലേ? ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഏകദേശം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. 7 സീറ്ററിൽ ഹൈബ്രിഡിൽ ഫുൾ ലോണിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസ് കൂട്ടാം. ഇനി അതിന്റെ ഒന്നുകൂടെ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് വീണ്ടും ഒരു എർട്ടിക തന്നെയാണ്. ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. എങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 2012 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? VDI വേരിയന്റ് ആണ്. VDI ആണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. സോ മെയിൻ്റെനൻസും വളരെ കുറവാണ്. മാരുതിയുടെ വെഹിക്കിളാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 1,70,000 കിലോമീറ്ററിന്റെ മേലെ ഓടിയ സർവീസ് റെക്കോർഡ് കമ്പനിയിലുണ്ട്. പിന്നെ മിക്കവാറും ഒരു 2 ലക്ഷം കിലോമീറ്ററിന്റെ അടുത്തൊക്കെ ഓടിക്കാണും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് സംഗതികളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന്? നമ്മൾ 3.5 ലക്ഷം രൂപയാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 3,40,000 കൊടുക്കാം. 3,40 ഫൈനൽ റേറ്റ് അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? 3 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 14 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുണ്ടായിരുന്നത് കാർവണിലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നാണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഉണ്ട്, 7 സീറ്ററുകളുണ്ട്, SUV അതിലും നമുക്ക് ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ലൊക്കേഷൻ നിങ്ങൾ മറക്കേണ്ട, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന് ബാക്ക് സൈഡിൽ കുമ്മിണിപ്പറമ്പ്, അതായത് EMA കോളേജ്, കരിപ്പൂർ പോലീസ് സ്റ്റേഷന്, അതേപോലെ നമ്മൾ എയർപോർട്ടിൻ്റെ ലാൻഡിങ് നമുക്ക് വ്യൂ പോയിന്റിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് കാറോണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു നയാറിൻ്റെ പെട്രോൾ പമ്പും നമുക്കിവിടെ അവൈലബിൾ കാണാൻ പറ്റും. സോ അതാണ് നമ്മളെ ലാൻഡ്മാർക്ക് കറക്റ്റ് വരുന്നത്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ലത്തീഫ് ക സൈനിങ് ഓഫ്.